ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയതാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ്, ഇതേപോലെ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി അതിന് പകരം അരിപ്പൊടി ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കട്ടെ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തെടുത്താൽ മതി. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പക്കവട ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ചെറിയതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണ്ട ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് വെക്കരുത്, ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പക്കവട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പക്കവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.